വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പം ഞാനിത് ഒരുപാട് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് കേട്ടോ. ഇപ്പോഴാണ് എനിക്കൊന്ന് എഡിറ്റ് ചെയ്തിടാൻ വേണ്ടിയിട്ട് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നത്. നിങ്ങളെല്ലാവരും എൻ്റെ വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. ഞങ്ങളെല്ലാവരുമായിട്ട് ഊട്ടിയിൽ പോയിട്ടുണ്ടായിരുന്നു ആ ഒരു വീക്കെൻഡ് സ്റ്റേക്കേഷനായിട്ട്. അപ്പോൾ അന്ന് പോയതിൻ്റെ ഫസ്റ്റ് ഡേ തന്നെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് കർണാടക സിറി ഹൊറിക്കൾച്ചർ ഗാർഡനിലേക്കാണ് കേട്ടോ. ഒരു 28 ഏക്കറിൽ ഒരു വലിയൊരു ഗാർഡൻ. ക്ലൈമറ്റും അത്യാവശ്യം ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല തണുപ്പുണ്ടായിരുന്നു. വെയിലുണ്ടെങ്കിലും നമുക്ക് സഹിക്കാൻ പറ്റുന്നത്ര ആ ഒരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ അവിടെ റിക്ഷ സർവീസ് അവൈലബിൾ ആണ്. കാരണം 28 ഏക്കർ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും നടന്ന് കാണുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ബട്ട് എൻ്റെ അഭിപ്രായത്തിൽ നടന്ന് കാണുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. റിക്ഷ ആകുമ്പോഴത്തേക്ക് അവരിങ്ങനെ ജസ്റ്റ് ചില സ്പോർട്സിൽ മാത്രമേ നിർത്താറുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലെല്ലാം കണ്ട് എക്സ്പ്ലോർ ചെയ്ത് പോകണമെങ്കിൽ നടക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവിടെ എൻട്രി ടിക്കറ്റ് വന്നിട്ട് 100 റുപ്പീസാണ് കേട്ടോ. ഒരാൾക്ക് 100 റുപ്പീസാണ് ഇവിടെ നമുക്ക് ഒരു പേയ്മെൻറ്റ് വരുന്നത്. പിന്നെ റിക്ഷ എടുക്കുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യാം. എനിക്ക് തോന്നുന്നത് 500ഓ 600ഓ അത് അടുപ്പിച്ച് വരും കേട്ടോ. പിന്നെ ഒരുപാട് നല്ല ഫോട്ടോ സ്പോട്ടുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ഒരുപാട്. അതുപോലെ തന്നെ ഞങ്ങൾ പോയ ടൈം ഏകദേശം രാവിലെ ഒരു 11 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, തിരക്കുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വലിയ ക്രൗഡും കാര്യങ്ങളൊന്നും ഫീൽ ചെയ്യില്ല കേട്ടോ, കാരണം ഇത്രയും സ്ഥലം കിടക്കുമല്ലേ. പിന്നെ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് മറ്റേ തൂക്കുപാലം ഉള്ളത്. ബട്ട് ഞങ്ങൾ എന്തായാലും നടന്ന് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ കാണുവാണെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് ആ വീഡിയോസും കൂടെ അപ്ഡേറ്റ് ചെയ്യാം. അതുമാത്രമല്ല, ഇവിടെ ചെറിയ ഇതുപോലത്തെ നല്ല ഹിഡൻ സ്പോട്ട്സ്, നല്ല ഗ്രീനറി ആയിട്ടുള്ള ഹിഡൻ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. വീഡിയോസിനാണെങ്കിലും അതുപോലെ തന്നെ ഫോട്ടോസിനാണെങ്കിലും ഒക്കെ അടിപൊളി ബെറ്ററാണ് കേട്ടോ. എനിക്ക് എന്തായാലും നല്ല ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഇരുന്ന് നമുക്ക് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാൻ പറ്റിയിട്ട് പ്ലേസൊക്കെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ താഴെ വന്നിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ചേട്ടന് എന്തോ പുഷപ്പ് എടുക്കണം എന്നൊക്കെ തോന്നി. അപ്പോൾ പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് പുഷപ്പും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ ഈ സ്കൂൾ കുട്ടികളുടെ പിക്നിക്കിനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരാണെങ്കിൽ ഈ ഒരു സ്ലോപ്പായിട്ടുള്ള പ്ലേസിൽ ഇങ്ങനെ മറിഞ്ഞ് താഴേക്ക് പോകുന്ന ആ ഒരു സംഭവം കണ്ടു. അതിന് നല്ല രസമുണ്ടായിരുന്നു. കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഓർത്തു പണ്ട് സ്കൂളിൽ നിന്നൊക്കെ പോയത്. പിന്നെ ഞങ്ങൾ കുറച്ച് സ്നാക്സൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ അതൊക്കെ കഴിച്ചു. ചേട്ടനാണെങ്കിൽ ഫുൾ സ്നാക്സിൻ്റെ കോൺസെൻട്രേഷൻ. അതുകൊണ്ട് ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് എന്തുവാന്ന് എന്നോട് ചോദിക്കുന്നതാണ്. ഈ കുഞ്ഞു പിള്ളേരെ പോലെ കളിക്കുന്നുണ്ടല്ലേ, അവിടെ പിക്നിക്കിന് വന്ന പിള്ളേർ ഇതേപോലെ ആയിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കത് ചെയ്യണം എന്ന് പറഞ്ഞ് പോയതാണ്. പിന്നെ ഇതുപോലുള്ള ചെറിയ നല്ല പ്ലാന്റ്സ്. ഇപ്പം ഇവിടുത്തെ ഒന്നും പ്ലാന്റ്സിൽ തൊടാൻ പാടില്ല എന്നവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം അവർ പറയുന്നത് അവിടെ ഈ പ്ലാന്റ്സൊക്കെ ഇങ്ങനെ വലിച്ചു പിഴുതൊക്കെ ഇടും, ഈ കാണാൻ വരുന്ന ആൾക്കാർ ഈ പൂവൊക്കെ പറിക്കും. അപ്പോൾ അതവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് കാര്യങ്ങളാണെന്നൊക്കെയാണ് കേട്ടോ പറഞ്ഞത്. ജസ്റ്റ് അങ്ങനെ കൂടുതൽ പറിക്കാനോ അങ്ങനെയൊന്നും പാടില്ല. പിന്നെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ തൊട്ടൊക്കെ നോക്കിയിട്ടോ. അതവിടെ ആൾ നിന്നപ്പോൾ അവർ പറഞ്ഞു തൊട്ട് നോക്കുന്നതിനൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ പറിക്കുക, അങ്ങനെ കൂടുതൽ പ്രസ് ചെയ്യുക അങ്ങനെ ഒന്നും ചെയ്തതെന്ന്. പിന്നെ ഇപ്പോൾ നമ്മുടെ ഊട്ടിയിൽ വന്നപ്പോൾ ഭയങ്കര ഒരു പർപ്പിൾ സീസൺ പോലെ ആയിരുന്നു കേട്ടോ. പർപ്പിൾ ഊട്ടി എന്ന് തന്നെ പറയും, ഭയങ്കര ഫുൾ പർപ്പിൾ മയമായിരുന്നു. പിന്നെ ഇത് വന്നിട്ട് ഒരു ഹിഡൻ സ്പോട്ട് പോലത്തെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ ഒരു റാക്ക് പോലെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും കാണാനില്ല, ഇവരിവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അച്ഛനാണെങ്കിൽ ഭയങ്കര ഫോട്ടോഗ്രാഫിയാണ്. അച്ഛനും അമ്മയ്ക്കൊക്കെ ഇത് ഗാർഡൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് അവരിങ്ങനെ ഫോട്ടോ എടുത്ത് തകർക്കുവാണ്. ഇതാണ് ഞാൻ ആ പറഞ്ഞ തൂക്കുപാലം. അതിൽ കയറുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. അപ്പോൾ ചേട്ടനാണ് കേട്ടോ അച്ഛൻ്റെ അമ്മയുടെയും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. പിന്നെ അച്ഛനും ഇപ്പം കുറച്ചൊക്കെ ഞങ്ങളുടെ കൂടെ നടന്ന് ഞങ്ങളുടെ ഫോട്ടോസൊക്കെ അച്ഛനാണ് കൂടുതലും എടുത്ത് തരാം ഇപ്പോൾ. പിന്നെ അങ്ങനെ ഞങ്ങൾ നേരെ പോയിട്ടുണ്ടായിരുന്നു ആ തൂക്കുപാലത്തിലേക്കാണ് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല, അത്യാവശ്യം ലെങ്ത് ഉണ്ട്. ബട്ട് നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അവിടുന്ന് പാസ് ചെയ്ത് പോകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എല്ലാവരും ഇങ്ങനെ സെൻറ്ററിൽ തന്നെ വന്ന് കുറേ നേരം നിൽക്കും. പിന്നെ മുന്നോട്ട് പോകാൻ പാടാം. ഇവിടെ തന്നെ അകത്തൊരു വലിയൊരു റോസ് ഗാർഡൻ ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. ഞാൻ കണ്ടില്ല. എന്തായാലും കുറച്ചുകൂടെ മുന്നോട്ട് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഇവിടെ നിന്നുള്ള സീനറിയൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് എൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഈ ഒരു എൻ്റെ സ്കേർട്ട് വന്നിട്ട് ഞാൻ എപ്പോഴോ ഒരു 2-3 വർഷം മുന്നേ മീഷോന്ന് എങ്ങാണ്ടോ മേടിച്ചതാണ്. എൻ്റെ ടോപ്പ് വന്നിട്ട് ഞാൻ ഈ ഇടയ്ക്ക് നൈക്കിയിൽ നിന്ന് മേടിച്ചതാണ്, അല്ല മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. സോറി, നൈക്കി അല്ല, മിന്ത്രയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടേക്ക് ഒന്ന് ജസ്റ്റ് കറങ്ങി കുറച്ച് നേരം റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഇരുന്ന് കാറ്റൊക്കെ കൊണ്ടു. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ടുള്ള അവിടുത്തെ തന്നെ റോസ് ഗാർഡനിലെത്തിയിട്ടോ. അയ്യോ എന്ത് രസമാണ് കാണാൻ, എന്തോരം പൂക്കളാണ്, ഭയങ്കര രസം. ഈ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ. ഫോട്ടോയിൽ എനിക്ക് ഒന്നും സത്യം പറഞ്ഞാൽ അത്ര ഒന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അത്രയും വളരെ മനോഹരമായിട്ടുണ്ട്.
ഈ സീസണൊക്കെ അത്യാവശ്യം വിസിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. കാരണം പൂവൊക്കെ നല്ല ഭംഗിയുണ്ട്. കാരണം എന്ത് രസമായിട്ട് അവരത് ഒരു മെയിൻറ്റെയിൻ ചെയ്ത് ഇത്രയൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്ന് പറയുന്നത് ഭയങ്കര കാര്യമാണ് കേട്ടോ. പക്ഷെ എന്തോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത നല്ല നല്ല കളർ, അത് ഡിഫറെൻറ്റ് ഓറഞ്ച്, റെഡ്, പിങ്ക്, പർപ്പിള്, ഗ്രീനറി ഫുള്ള്. അയ്യോ ഭയങ്കര രസമുണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ടും, എനിക്കൊന്നും ഒരുപാട് പേർക്ക് അറിയില്ല ഈ ഒരു പ്ലേസിനെ പറ്റിയിട്ട്. നിങ്ങൾ എപ്പോഴെങ്കിലും ഊട്ടി വരുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്ലേസ് വിസിറ്റ് ചെയ്യണം കേട്ടോ. കർണാടക സിറി ഹൊറിക്കൾച്ചർ ഗാർഡൻ. പിന്നെ അങ്ങനെ ഞങ്ങൾ 2-2.5-3 മണിക്കൂറിൻ്റെ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ തിരിച്ച് പോവാണ് റൂമിലേക്ക്. ചെക്ക് ഇൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ ഒന്ന് ലഞ്ച് കഴിക്കാൻ കയറി. അവിടെ തന്നെ ഒരു തലശ്ശേരി റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. കുഴപ്പമില്ലായിരുന്നു, മീൽസ് അത്ര ഒരു സുഖമില്ലായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറയുന്നത് കേട്ടു. ഞാൻ ബിരിയാണിയാണ് കേട്ടോ കഴിച്ചത്, അത് കുഴപ്പമില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്നാണ് മേടിച്ചത്. പിന്നീട് കൊള്ളാമെന്നുള്ളതുകൊണ്ട് എക്സ്ട്രാ ഒന്നുകൂടെ പറഞ്ഞു. ഇനി നമുക്ക് നേരെ ഈ ഹോട്ടലിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ നമ്മുടെ സ്റ്റേ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി കഴിക്കുക, നമ്മൾ നേരെ റൂമിലേക്ക് പോവുക, ഒന്ന് ജസ്റ്റ് ഫ്രഷപ്പ് ആവുക, നമുക്ക് ഈവനിങ് അടുത്ത സ്പോട്ടിലേക്ക് പോവുക. അടുത്ത സ്പോട്ടിൻ്റെ ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളുമായിട്ട് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ കൂടെ മറക്കില്ലേ. സോ ബൈ, സ്റ്റേ ട്യൂൺ ഫോർ നെക്സ്റ്റ് വീഡിയോ. സോ ബൈ, താങ്ക് യു ഫോർ ഓൾ യുവർ സപ്പോർട്ടിങ്.